ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു SBI PU സ്റ്റഡി പ്ലാൻ ചെയ്യാം. നമ്മുടെ August 1 and 2 ആണ് പ്രിലിംസ്. മെയിൻസിൻ്റെ ഡേറ്റ് 12th സെപ്റ്റംബറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിലിംസിന് ഇനി ഒരു 24 days ആണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. 24 days നമുക്ക് പ്രിലിംസിന് ഉള്ളത്. സോ ജൂലൈ 8 ഇന്ന് ജൂലൈ 7 ആണ്. അപ്പം ജൂലൈ 8 നിങ്ങൾക്ക് 7 തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ജൂലൈ 8 to 11 ഉള്ളൊരു എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ എങ്ങനെയാണോ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ വീക്ക് ഏരിയാസ് ആണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ വീക്ക് ഏരിയാസ് നമ്മൾ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ 1 week എടുത്തിട്ട് മാക്സിമം നോക്കാം. ഇതുവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അവർക്ക് ഒരുവിധം ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. ടോപ്പിക്സിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് നമുക്ക് ഓക്കെ ആയിരിക്കാം. എങ്കിലും നമുക്ക് കുറേ വീക്ക് ഏരിയാസ് ആണ്. അപ്പോൾ എൻ്റെ വീക്ക് ഏരിയാസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വീക്ക് ഏരിയാസ് ഫിക്സ് ചെയ്യുകയും അക്യുറസി ബിൽഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് അന്ന് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പം ഞാനൊരു എഴുതി വെച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിലിംസിൽ എനിക്ക് കൂടുതലും പ്രശ്നം വരാറുള്ളത് ഇറർ സ്പോട്ടിങ്ങിലും പാരാജമ്പിൾ നല്ല വീക്കാണ് ഞാൻ. പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ കുഴപ്പം ഇല്ല, വീക്കാണെന്നല്ല, പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഒരുപാട് നല്ല സ്പീഡിന് വായിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ സെറ്റാക്കി എടുക്കണം. പിന്നെ വൊക്കാബ്സ് ഇച്ചിരി പുറകോട്ടാണ്. അതുപോലെ തന്നെ ക്ലോസ് ടെസ്റ്റ്, വൊക്കാബ് ബിൽഡ് ചെയ്താൽ നമുക്ക് ക്ലോസ് ടെസ്റ്റിൽ റെഡിയാക്കാൻ പറ്റും. അപ്പം എൻ്റെ വീക്ക് ഏരിയാസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങളിത് കണ്ടുപിടിക്കണം. പിന്നെ റീസണിങ്ങിന് കുറച്ച് പോസിബിലിറ്റി വെച്ചിട്ട് കൂടുതൽ സ്പീഡിന് ചെയ്യാൻ പറ്റണം. അതാണ് അപ്പം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റി വരച്ച് ചെയ്യാതെ കുറച്ച് സ്പീഡിന് ചെയ്യാൻ ഉള്ളത് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ പോസിബിലിറ്റി കൂടുതലായിരുന്നു വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സെറ്റാക്കാം. സോ സിലോജിസം വീക്കാണ്, ലോജിക്കൽ റീസണിങ്ങിലും വീക്കാണ്. ഈ ലോജിക്കൽ റീസണിങ് മെയിൻസിൻ്റെ കാര്യത്തിലാണ് വരുന്നത്, പ്രിലിംസിന് വരാറില്ല. സോ അങ്ങനെ വെച്ചിട്ട് എഴുതിയിരുന്നതാണ്. പിന്നെ ബ്ലഡ് റിലേഷൻ, അതുപോലെ തന്നെ ഇനിക്വാളിറ്റിയിലും എന്നെ സംബന്ധിച്ച് കുറച്ച് സ്ലോ ആവാറുണ്ട്. പിന്നെ QAയിൽ നമുക്ക് സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും സ്പീഡ് വേണം. പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് സ്പീഡിന് ചെയ്യണം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനുകളും വരും. അതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആവണം. ചിലപ്പം പറയാൻ പറ്റൂല, അവർ 1-2 വരത്തുള്ളൂ. ഓക്കെ, പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എന്തെങ്കിലും പാടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മിക്സ്ഡേഴ്സ് ആൻഡ് എലിഗേഷൻ, ജസ്റ്റ് ഒരു ഓവർവ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയാസിനെ ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് അക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, അപ്പം ഡെയിലി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് മോക്ക് ഡെയിലി എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ മോക്ക് അനലൈസ് ചെയ്യുക. ഫുൾ ലെങ്ത് മോക്ക് എടുക്കുക, അത് അനലൈസ് ചെയ്യുക. ഇത് രണ്ടും ചെയ്യാതെ ദീസ് 2 തിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യാതെ അത് വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ വീക്ക് ടോപ്പിക്സ് മനസ്സിലാക്കുകയും ഫുൾ ലെങ്ത് മോക്ക് എടുക്കുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്തിട്ട് വീക്ക് ടോപ്പിക്സ് റിവൈസ് ചെയ്യണം. റീസണിങ് ഇംഗ്ലീഷിൽ വരുന്ന വീക്ക് ടോപ്പിക്സ് റിവൈസ് ചെയ്യണം. പിന്നെ ഡെയിലി സെക്ഷണൽ പ്രാക്ടീസ്, അത് ഫുൾ ലെങ്ത് എടുക്കുന്നത് കൊണ്ട് ചെയ്യണം എന്നില്ല. പിന്നെ ഒരു വീക്ക് ഏതാണോ ഉള്ളത് അതിൻ്റെ ഒരു സെക്ഷനിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇന്നിപ്പം ഒരു മോക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വീക്കായിട്ട് വന്നെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു സെക്ഷനിൽ ചെയ്യണം, അല്ലെങ്കിൽ കോണ്ടാണെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ ചെയ്യണം. പിന്നെ കറണ്ട് അഫയേഴ്സ് റിവിഷനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഡെയിലി പഠിക്കാനുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിലോ അതും ചെയ്യണം. എക്സാം എടുക്കുമ്പോൾ സമയം വരത്തില്ലല്ലോ, അപ്പം ജസ്റ്റ് ഒരു 30 minutes എങ്കിലും കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കാണ് ജൂലൈ 12 to 18. അടുത്ത വീക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെ നമ്മൾ വീക്ക് ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്തു, വീക്ക് ഏരിയാസ് സെറ്റാക്കി, മോക്ക് ചെയ്തു. ദെൻ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജൂലൈ 12 to 18 നമ്മുടെ സ്പീഡ് ആൻഡ് അക്യുറസി കൂട്ടുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇപ്പോഴും നമ്മൾ 1 ഫുൾ ലെങ്ത് മോക്ക് ഡെയിലി ചെയ്യുക. 2 to 3 സെക്ഷണൽ ടെസ്റ്റ് ഒന്നും എല്ലാ ദിവസവും ചെയ്യേണ്ട, ഒരു സെക്ഷണൽ ടെസ്റ്റെങ്കിലും ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പോൾ 1 സെക്ഷണൽ ടെസ്റ്റ് എവറി ഡേ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയമെടുത്ത് ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മനസ്സിലാക്കി സമയമെടുത്ത് ചെയ്യുക. അതാണ് ടൈം ടു പ്രാക്ടീസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. പിന്നെ നമുക്ക് ഈ മോക്ക് ചെയ്യുമ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ബുക്കിൽ അതിനെക്കുറിച്ചെല്ലാം എഴുതി വെക്കുമല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന മിസ്റ്റേക്കുകൾ, QA, റീസണിങ്, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഇറർ നോട്ട്ബുക്ക് അത് റിവൈസ് ചെയ്യുക. പിന്നെ പ്ലസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആൻഡ് ബാങ്കിങ് അവയർനെസ് ഒരു 30 minutes ചെയ്യാം.
സോ ഫസ്റ്റ് 2 വീക്സിൽ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് സെക്കൻഡ് വീക്കിലേക്ക് പോകാം. സെക്കൻഡ് അല്ല, തേർഡ് വീക്ക്. ഓക്കെ, അപ്പോൾ തേർഡ് വീക്ക് എന്ന് പറയുമ്പോൾ ജൂലൈ 19 to 25 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എക്സാം ലെവലിലാണ് നമ്മളിനി പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്കിനി അധികം സമയമില്ലല്ലോ. സോ നമ്മൾ എക്സാം ലെവൽ പ്രാക്ടീസാണ് ചെയ്യുന്നത്. ഇപ്പോഴും എന്ത് തന്നെ വേണം, ഒരു 1 ഫുൾ ലെങ്ത് ബുക്ക്. 2 മൂക്കൊന്നും ഒരു ദിവസം എടുക്കണമെന്നില്ല, ഒരു ഫുൾ ലെങ്ത് ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ 1 or 2 എടുക്കാം, അതൊരു വിഷയമല്ല. ഒരു 1 ഫുൾ ലെങ്ത് മൂക്ക്, ആ മൂക്ക് നല്ല ഡീപ്പായിട്ട് ഫുൾ അനലൈസ് ചെയ്യുക, മിസ്റ്റേക്കുകൾ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, പിന്നെ ചെയ്യാവുന്നത് ഫോർമുലാസ്, ഷോർട്ട് കട്ട്, വൊക്കാബ്സ് ഒക്കെ നമ്മൾ ഇതുവരെ മൂക്കുകളൊക്കെ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് റിവൈസ് ചെയ്യണം. ഫോർമുലാസ് ഉണ്ടല്ലോ, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെയും അങ്ങനെയുള്ള അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിൻ്റെയും എല്ലാം ഫോർമുലാസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ ഷോർട്ട് കട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഫ്രാക്ഷൻസ്, ക്യൂബ്, അതെല്ലാം പഠിക്കുക. പിന്നെ സ്പീഡും അക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ സ്പീഡിന് ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ, അക്യുറസിയും കൂടെ വേണ്ടി. എന്ന് വെച്ചാൽ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണമല്ലോ, അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് ജൂലൈ 26 to 31 സ്റ്റഡി പ്ലാൻ. അടുത്ത ലാസ്റ്റ് വീക്കാണ് എക്സാമിൻ്റെ. അപ്പം ഈ ലാസ്റ്റ് വീക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീക്കാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നമ്മുടെ എക്സാം. ഓക്കെ, അപ്പോൾ ഫോക്കസ് എന്താണ്, ഫൈനൽ റിവിഷനും വേണം, കോൺഫിഡൻസും ഉണ്ടായിരിക്കണം. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈനൽ റിവിഷനാണ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, ആ പേടിയെല്ലാം കളഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ടൈം ആവുമ്പം ഒന്നും മറക്കത്തില്ല, എൻ്റെ ബ്രെയിൻ ആ ഒരു പവറുണ്ട് എന്നൊക്കെ സ്വന്തമായിട്ടൊരു അഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി പോകണം. ഓക്കെ, അപ്പോഴും നമ്മൾ ഒരു ഫുൾ ലെങ്ത് മോക്ക് ഡെയിലി ചെയ്യുക. ഫുൾ ലെങ്ത് മോക്ക് ഡെയിലി ചെയ്യുന്നതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കതൊരു എപ്പോഴും ഒരു നല്ലൊരു കാര്യമായിട്ടിരിക്കും. പിന്നെ എക്സാമിൻ്റെ തലേന്നൊന്നും ഫുൾ ലെങ്ത് മോക്ക് ചെയ്യണമെന്നില്ല. കാരണം മാർക്കെങ്ങാനും കുറഞ്ഞാൽ നമുക്കൊരു പേടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒരു സെക്ഷനിലോ അപ്പം ഒരു സെക്ഷനിലൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും മിസ്റ്റേക്കുകളും മാത്രം ഇപ്പോൾ റിവൈസ് ചെയ്യുക. അപ്പം നമുക്ക് വീക്ക് ഏരിയാസിൽ നമ്മൾ ഒരുവിധം കവറപ്പ് ചെയ്തല്ലോ, അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൂടാതെ നമുക്കറിയാവുന്ന സ്ട്രോങ് ടോപ്പിക്കുകളുണ്ടല്ലോ, അതാണ് ഈ ഇമ്പോർട്ടൻ്റ് ഉദ്ദേശിച്ചത്. സ്ട്രോങ് ടോപ്പിക്കുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇറർ ബുക്ക്, ഷോർട്ട് നോട്ട്സ് ഒക്കെ നോക്കണം. സെക്ഷണൽ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ഉറങ്ങി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത്, നമ്മുടെ ഗോളെന്ന് പറയുന്നത് എക്സാം കോൺഫിഡൻസ് ആയിട്ടും സമാധാനത്തോടും കൂടി എക്സാം എഴുതുന്നതാണ് നമ്മുടെ മെയിൻ ഗോളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ SBI PO സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുമ്പോൾ പിന്നീട് നമുക്ക് മെയിൻസിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ എന്ന് ചെയ്യാം പിന്നീട്. ഇപ്പം ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആ സമയമാകുമ്പം ചെയ്യാം. ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. സോ ഞാനും ഒരു ആസ്പിരൻ്റ് ആണ്, അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ എനിക്ക് തരണമെന്ന് തോന്നി. അപ്പം നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമല്ലേ, അപ്പം എൻ്റെ അതേ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കും നിങ്ങളും ആയിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് SBI PO വേക്കൻസി ഫുൾഫില്ല് ചെയ്ത് നമുക്ക് ഈ വർഷം തന്നെ കയറാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.